Hello friends, this is me, Milan, and welcome to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന iOS 15 ഡെവലപ്പർ ബീറ്റ 1 അതിൻ്റെ വിശേഷങ്ങളാണ്. ഈ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അതായത് ഇന്നലെ നമ്മൾ WWDC റീക്യാപ്പ് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കമൻസിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് iOS 15 എന്ന് പറയുന്നത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റിലീസാണ്. അത് സത്യത്തിൽ അങ്ങനെയാണോ? അതാദ്യം നമുക്ക് നോക്കിയിട്ട് iOS 15ൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കിതൊരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു കൊള്ളത്തില്ലാത്ത അപ്ഡേറ്റ് എന്ന് പറയാൻ അല്ലെങ്കിൽ തോന്നാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, എസ്പെഷ്യലി UI ചേഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. ഞങ്ങൾക്കറിയാം iOS 14ഉം 15ഉം തമ്മിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ നിങ്ങൾ ഇന്നലത്തെ ഇവൻറ്റ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും, ആപ്പിൾ എൻറ്റയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിപ്പോൾ iOSും iPadഉം macOSും എല്ലാം തന്നെ റിലീസ് ചെയ്തത് അതിൻ്റെ ഒരു ഓവറോൾ തീം എന്ന് പറയുന്നത് ആപ്പിൾ ഫോക്കസ് ചെയ്തിരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് മെഷീൻ ലേണിംഗ്, 2 AI, മൂന്നാമത്തത് പ്രൈവസി. ഈ 3 കാര്യങ്ങൾക്ക് മാത്രമായിരുന്നു ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മാത്രമല്ല ആപ്പിൾ ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ആപ്പിൾ 6 വർഷമാണ് അവരുടെ ഒരു ഡിവൈസിന് സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇന്നലെ അത്ഭുതകരമെന്ന് പറയട്ടെ, നമുക്ക് iPhone 6s മുതലുള്ള എല്ലാ ഡിവൈസുകൾക്കും iOS 15 ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ലൈറ്റായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ iOS 14 നിന്ന് iOS 15ലേക്ക് നമുക്ക് കൊടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൽ iOS 15 അതത്ര പോരാത്ത അല്ലെങ്കിൽ അത്ര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ റിലീസ് എന്ന് തോന്നാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ UIയിൽ തന്നെയാണ്. UIയിൽ ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. അതായത് നമ്മളിപ്പോൾ സെറ്റിങ്സിൽ അല്ലെങ്കിൽ മെയിൻ വ്യൂവിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലെ കോർണേഴ്സ് നമുക്ക് കാണാം, റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സാണ്. ഇതിലെ രണ്ടാമത്തെ പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളെ സെറ്റിങ്സ് ആക്സസിബിലിറ്റി, അതിൽ ഏറ്റവും താഴെ പോകുമ്പോൾ നമുക്ക് പ്രീ ആപ്പ് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു പുതിയ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് അത് നമുക്ക് വേണ്ട ആപ്ലിക്കേഷനിൽ, ഇവിടെ ആഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സിസ്റ്റം വൈഡ് ആയിട്ടുള്ള ആപ്സും അതേപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്സും കാണാൻ സാധിക്കും. അതിൽ ഇഷ്ടമുള്ള ആപ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി നമ്മളെ ക്യാമറ ആപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ക്യാമറ ആപ്പിനകത്ത് നമുക്ക് വേണ്ട മാറ്റങ്ങൾ, ഇതിനകത്ത് നമുക്ക് സിസ്റ്റം വൈഡ് മൊത്തം വേണ്ട, ഒരു സ്പെസിഫിക് ആപ്പിന് മാത്രം ഈ ചേഞ്ചസ് വരുത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈവൻ ലാർജർ ടെക്സ്റ്റ്, നമുക്ക് ലാർജർ സൈസിലുള്ള ടെക്സ്റ്റ് അത് സിസ്റ്റം വൈഡ് വേണ്ട, ജസ്റ്റ് ആ ക്യാമറ ആപ്പിനകത്ത് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ലാർജസ്റ്റ് ടെക്സ്റ്റാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. നേരത്തെ ഉള്ളതിനേക്കാളും വലുതായി ആ ടെക്സ്റ്റുകൾ. അപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്ത കുറച്ച് ഫങ്ഷണാലിറ്റീസ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതിലൊരു വലിയ ചേഞ്ച് കൊണ്ട് നമ്മുടെ ഫേസ് ടൈമിലാണ്. ഫേസ് ടൈം ഇപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ജനകീയമാക്കിയിട്ടുണ്ട് നമ്മുടെ ആപ്പിൾ. അതായത് നമുക്ക് ആൻഡ്രോയിഡ് യൂസേഴ്സിനും വിൻഡോസ് യൂസേഴ്സിനും നിങ്ങൾക്ക് ഇനി ഫേസ് ടൈം മീറ്റിംഗ്സിൽ പങ്കെടുക്കാൻ സാധിക്കും. നമ്മൾ ഗൂഗിൾ മീറ്റും അതേപോലെ തന്നെ സൂം മീറ്റ് പോലെ തന്നെ ഇച്ചിരി കൂടെ സോഷ്യൽ ആക്കിയിട്ടുണ്ട് ഫേസ് ടൈമിന്. പിന്നെ ഉള്ളത് നമുക്ക് ന്യൂ ഫേസ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതാണ് പുതിയ ഫേസ് ടൈം കോളിൻ്റെ ഓവറോൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇത് ടോപ്പ് ആക്ഷൻസിൽ നമുക്ക് ഡയറക്റ്റ്ലി മെസ്സേജസിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. അല്ലാതല്ല തിരിച്ച് നമുക്ക് ഫേസ് ടൈമിലേക്ക് വരുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം SharePlay എന്ന് പറഞ്ഞ ഫങ്ഷനാലിറ്റി. അത് ആക്ച്വലി ഞാൻ കോൾ ചെയ്യുന്ന ഡിവൈസ് നമ്മളുടെ iOS 14 ആണ്. അതുകൊണ്ടാണ് ആ ഒരു ഫങ്ഷനാലിറ്റി നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാത്തത്. പിന്നീട് ഫേസ് ടൈം കോളിൻ്റെ അഡ്വാൻറ്റേജ്, ഫേസ് ടൈം കോൾ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഐസൊലേറ്റഡ് ഓഡിയോയും അതോടൊപ്പം തന്നെ വീഡിയോ എഫക്ട്സും ആഡ് ചെയ്യാൻ സാധിക്കും. അത് ആപ്പിളിൻ്റെ പുതിയൊരു ഇൻ്റഗ്രേഷൻ ആണ്. ഇനി നിങ്ങൾ ഫേസ് ടൈം കോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് കോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പേഷ്യൽ ഓഡിയോയും അതോടൊപ്പം നിങ്ങൾ ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നൊരു പുതിയ വ്യൂവും ലഭിക്കുന്നതായിരിക്കും. പിന്നീട് iOS 15 ആപ്പിൾ പുതിയതായിട്ട് കുറച്ച് വിജിറ്റ്സുകൾ, ഫൈൻഡ് മൈ, മാപ്സിൻ്റെ ഒക്കെ വിജിറ്റ്സ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന മറ്റൊരു ആപ്പ് ഐക്കൺ ചേഞ്ച് ആണ് നമ്മുടെ വെതർ ആപ്പ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, വെതർ ആപ്പിൻ്റെ ഐക്കൺ ഇത് iOS 14 ആണ്, ഇത് iOS 15 ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് ഇരിക്കുന്ന ആ ഐക്കൺ ശ്രദ്ധിച്ചറിയാം. പിന്നീട് നമ്മൾ ഈ ഒരു ആപ്പിനകത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ നല്ല UI ചേഞ്ച് ആണ് ഇതിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാം ആ ഒരു ഓവറോൾ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഓരോ ഇൻട്രാക്ഷൻസ്, ഇതിലെങ്ങനെയാണ് ഈ ഒരു ആപ്പ് ഇൻട്രാക്ട് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് കാണാം. വളരെ രസകരമായിട്ട് തന്നെയാണ്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമുക്ക് ടോപ്പിൽ കാണാം എയർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്ത എയർ ക്വാളിറ്റി മാപ്പ്, അതെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ ആ ഒരു ഇൻട്രാക്ഷൻസ്, ഓരോ ആനിമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എത്ര മനോഹരമായിട്ട് തന്നെയാണ് iOS 15 ആപ്പിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് UV ഇൻഡെക്സ്, അതേപോലെ തന്നെ സൺറൈസ്, വിൻഡ്, അതിൻ്റെയൊക്കെ എയർ ക്വാളിറ്റി, വിസിബിലിറ്റി, അതെല്ലാം നമുക്ക് വളരെ നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് iOS 15 ആപ്പിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. പിന്നീട് മറ്റൊരു ചേഞ്ച് കൊണ്ടുവന്ന് നമ്മളുടെ കൺട്രോൾ സെൻറ്ററിൽ നിങ്ങൾക്ക് പോകണേ കാണാം, നമ്മുടെ ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ അടുത്ത് ഒരു ഫോക്കസ് എന്ന് പറയുന്നൊരു മോഡ് തന്നെ കൊടുത്തേക്കുന്നത്. ഇത് ഈ ഒരു ഫങ്ഷനാലിറ്റി നമുക്ക് നമ്മുടെ കറന്റ് സ്റ്റാറ്റസ് അനുസരിച്ച് ആ ഒരു നോട്ടിഫിക്കേഷൻസ് എങ്ങനെ ഡെലിവറി ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് പേഴ്സണൽ, സ്ലീപ്പ്, വർക്ക് എന്ന് പറഞ്ഞ കുറേ മോഡുകളുണ്ട്. അതുപോലെ നമുക്ക് ഇനി ഒരു പുതിയ ഫോക്കസ് മോഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അങ്ങനെ നമ്മളിപ്പം പേഴ്സണൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുള്ള എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ
വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് മോഡ് അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മെസ്സേജസിനകത്ത് നമുക്ക് മെസ്സേജ് അയക്കുന്ന വ്യക്തിക്ക് അവർക്ക് വാർണിംഗ് കിട്ടും അല്ലെങ്കിൽ അലേർട്ട് കിട്ടും നമ്മൾ ഫോക്കസ് മോഡിലാണ് അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലാണ് എന്നുള്ള സ്റ്റാറ്റസ് അവർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നീട് അവനെ കൊണ്ടുവന്ന വലിയൊരു ചേഞ്ചാണ് നമ്മൾ മെസ്സേജസിനകത്ത് ധാരാളം ചേഞ്ചസ് ആണ് ആപ്പിൾ കൊണ്ടുവന്നത്. അതിലൊന്നാണ് നമുക്ക് ഫോട്ടോസ് നമ്മൾ ഒരുമിച്ച് കുറേ ഫോട്ടോസ് അയക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റാക്ക് രൂപത്തിൽ ഫോട്ടോസ് കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതോടൊപ്പം ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗ്രിഡ് വ്യൂവിൽ നമുക്കിവിടെ ഫോട്ടോസ് കാണാം. അതോടൊപ്പം തന്നെ അതിന് റിയാക്ട് ചെയ്യണമെങ്കിൽ റിപ്ലൈ കൊടുക്കണമെങ്കിൽ അതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ മെസ്സേജസ് ആപ്പിനകത്ത് കൊണ്ടുവന്ന മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് ഷെയർ വിത്ത് യു എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷനാലിറ്റിയിൽ നിങ്ങൾക്ക് കാണാം മ്യൂസിക് അല്ലെങ്കിൽ ന്യൂസ് ആപ്പിനകത്ത് എന്തെങ്കിലും കണ്ടൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് ആപ്പിനകത്തോ അല്ലെങ്കിൽ മ്യൂസിക് ആപ്പിനകത്തോ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്പെസിഫിക് ഷെയർ വിത്ത് യു എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് പാനൽ തന്നെ ഉണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് ഏറ്റവും വലിയ ചേഞ്ച് കൊണ്ട് നമ്മുടെ ഫോട്ടോസ് ആപ്പിലാണ്. ഫോട്ടോസ് ആപ്പിൽ ഇപ്പം മെമ്മറീസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളുടെ മൂഡ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയുടെ മൂഡ് അനുസരിച്ച് നമുക്ക് മ്യൂസിക്കുകൾ സോങ്ങുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ലേ ഔട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഷെയർഡ് വിത്ത് യു എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി നമുക്ക് ഫോട്ടോസ് ആപ്പിലും ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം ലൈവ് ടെക്സ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ iOS 15 ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫോട്ടോസ് ആപ്പിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോയിലെ ടെക്സ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ നമുക്ക് പുതിയൊരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിപ്പം ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ ഡീറ്റെയിൽസ് നമുക്കറിയാൻ സാധിക്കും. അതിനുവേണ്ടി ഇവിടെ ഒരു ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഐ ബട്ടണിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോയുടെ ISO, റെസൊല്യൂഷൻ, സൈസ്, അതോടൊപ്പം തന്നെ ആപ്പച്ചർ, ഷട്ടർ സ്പീഡ് ഇതെല്ലാം നമുക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിപ്പം ലഭ്യമാകുന്നതാണ്. പിന്നീട് ഏറ്റവും വലിയ റീവാമ്പ് കൊണ്ടുവന്നത് നമ്മളെ സഫാരി ആപ്പിനകത്താണ്. സഫാരി ആപ്പിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മളെ സെർച്ച് ബാർ നമുക്ക് താഴത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്ര നാളും മുകളിലായിരുന്നു. നമുക്ക് ഈസി ഓഫ് യൂസേജിന് എസ്പെഷ്യലി നിങ്ങൾ ലാർജ് ഡിവൈസ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും. താഴത്തേക്ക് ഈ സെർച്ച് ബാർ കൊണ്ടുവന്ന് നമുക്ക് താഴെ എളുപ്പം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ടാബുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ടാബ് ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ടാബുകൾ കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഒരു സ്പെസിഫിക് ടാബിൻ്റെ കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ടാബ്സിനെ അറേഞ്ച് ചെയ്യാനും ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. സഫാരി ആപ്പ് പോലെ എൻ്റെ റീഡിസൈൻ ചെയ്ത മറ്റൊരു ആപ്പാണ് നമ്മളുടെ മാപ്സിൽ ആപ്പിളിൻ്റെ പുതിയ 3D വ്യൂ ആണ് ആപ്പിൾ പുതുതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അത് കറൻ്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പക്ഷേ അമേരിക്കയിലൊക്കെ നിങ്ങൾ സ്പെസിഫിക് ഏരിയാസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ 3D ബിൽഡിങ്സ് എല്ലാം 3Dയിൽ കാണാൻ സാധിക്കും. ഈവൻ മരങ്ങളും അതേപോലെ റോഡിൻ്റെ സ്ട്രക്ചേഴ്സ് അതെല്ലാം തന്നെ നമുക്ക് 3Dയിൽ കാണാൻ സാധിക്കും. പിന്നീട് iOS 15 കൊണ്ടുവന്ന മെഷീൻ ലേണിങ്ങിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സെർച്ചിലാണ്. ബെറ്റർ സെർച്ച് റിസൾട്ട് നമുക്കിപ്പം സ്പോട്ട്ലൈറ്റ് സെർച്ച് ചെയ്യുന്ന ലഭിക്കുന്നതാണ്. പിന്നീട് ആപ്പിൾ കൊണ്ടുവന്ന വലിയൊരു ചേഞ്ചാണ് നമ്മളുടെ ഓഫ്ലൈൻ സിറി. അത് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ സിറിനെ ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും അവസാനം iOS 15 കൊണ്ടുവന്ന പുതിയൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മളുടെ സെറ്റിംഗ്സിനകത്ത് പ്രൈവസിക്കകത്ത് ഏറ്റവും താഴെ റെക്കോർഡ് ആപ്പ് ആക്ടിവിറ്റി. ഇത് ഉപയോഗിക്കുമ്പം ആപ്പിൻ്റെ 7 ദിവസത്തെ ആക്ടിവിറ്റീസ് ഇത് ട്രാക്ക് ചെയ്ത് ഇതിനകത്ത് നമ്മളുടെ എന്തൊക്കെ ഡേറ്റാസാണ് കളക്ട് ചെയ്ത് എങ്ങോട്ടത്തേക്കാണ് ഇവർ ഈ ആപ്പുകൾ ഇത് റിലേ ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ഇവിടുന്ന് ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രൈവസിയുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ് ആപ്പിൾ iOS 15 കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏതാനും ചില iOS 15 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ Milan. Catch you in the next video. Till then, peace.